പ്രണയത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ചിലരുടെ ജീവിതം മാറ്റുന്നത് തന്നെ ഈ പ്രണയമായിരിക്കും. ചിലരുടെയൊക്കെ ജീവിതം ഇല്ലാതാക്കുന്നതും ഇതേ പ്രണയം തന്നെയായിരിക്കും. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ജീവിതം തന്നെ മാറും. എന്നാൽ ഈ വൺ സൈഡ് ലവ് ഇത് വേദനയും കഷ്ടപ്പാടുകളും അധികമായി തന്നെ നൽകും. ഈ വൺ സൈഡ് ലവിന്റെ പരാജയം കാരണം ഒരു പെൺകുട്ടി ചെയ്ത വിശ്വസിക്കാനാകാത്ത കുറെ കാര്യങ്ങൾ, അതാണ് ഇന്റർനെറ്റിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ അഹമ്മദാബാദിൽ നടന്ന ഫ്ലൈറ്റ് ക്രാഷ്, നമ്മൾ ഇതിനെക്കുറിച്ച് 2-3 വീഡിയോസ് അറിഞ്ഞതാണ്. ആ വിമാന അപകടത്തിന് താനാണ് കാരണമെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അന്വേഷിച്ചു പോയപ്പോഴാണ് മനസ്സിലായത് അവളിത് പറയാൻ കാരണം അവളുടെ പ്രണയമാണെന്ന്, അവളുടെ പ്രണയ നൈരാശ്യമാണെന്ന്. വിമാന അപകടത്തിനും പ്രണയത്തിനും എന്ത് ബന്ധമാണ് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ഒരു പക്ഷെ ചിന്തിക്കുക. ഈ വീഡിയോ കണ്ടവസാനിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതേ ഒരു ആശ്ചര്യം തന്നെ ഉണ്ടാകും. ഇതിനു വേണ്ടി ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന്. ആരാണ് ആ പെൺകുട്ടി? അവൾ ചെയ്ത പ്രവൃത്തി എന്താണ്? ഈ വിമാന അപകടത്തിനും അവൾക്കും എന്താണ് ബന്ധം? ഇന്ന് ഇന്ത്യയിലുടനീളം വളരെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഈ എയർ ഇന്ത്യയുടെ A171 എന്ന ബോയിങ് വിമാനം ആ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ വന്ന് വീണു. ഈ വിമാന അപകടത്തെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, ഈ സംഭവത്തെക്കുറിച്ച് മാത്രം നമുക്കിവിടെ പറയാം. ആ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ വീണ് അവിടെയും ഒരു 20-30 പേർ മരിച്ചു, അതും നമുക്കറിയാം. ഈ ഒരു സംഭവം നടന്ന അടുത്ത ചില ദിവസത്തിൽ തന്നെ BJ മെഡിക്കൽ കോളേജ് എന്ന ഈ ഒരു കോളേജിലേക്ക് ഒരു മെയിൽ വരികയാണ്. ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിനു മുൻപ് ഞങ്ങൾ പലതവണ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, നിങ്ങളെയൊക്കെ ഞങ്ങൾ കൊല്ലുമെന്ന്. പക്ഷെ ഞങ്ങളുടെ മുന്നറിയിപ്പ് നിങ്ങൾ കാര്യമാക്കിയില്ല. ഈ എയർ ഇന്ത്യ അല്ലെങ്കിൽ ഈ വിമാനത്തെ തന്നെ ഞങ്ങൾ നശിപ്പിക്കും എന്നും പറഞ്ഞു. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇപ്പൊ കണ്ടല്ലോ, ഞങ്ങളുടെ എക്സ് ചീഫ് മിനിസ്റ്റർ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ ആ വിമാനത്തെ അപകടത്തിൽപ്പെടുത്തി. ഇങ്ങനെയൊക്കെയായിരുന്നു ആ മെയിലുണ്ടായിരുന്നത്. ഇത് വായിച്ച കോളേജ് അധികൃതർ ഒരു സെക്കൻഡ് അങ്ങനെ സ്റ്റണ്ടായിപ്പോയി. കാരണം ഇതൊരു സാധാരണ കാര്യമല്ല. ആ ഒരു ഫ്ലൈറ്റ് ക്രാഷിൽ 241 പേരോളം മരിച്ചിരുന്നു. അതിന് കാരണം ഞാനാണ് എന്നൊരാൾ മെയിൽ അയക്കുകയാണെങ്കിൽ അതൊരിക്കലും സാധാരണ കാര്യമേ ആയിരിക്കില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് വെറുതെ അങ്ങനെ ഒരു മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഉടൻ തന്നെ പോലീസ് ഇതിന് പുറകിലുള്ള അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് പല സമയങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ, 1-2 സംസ്ഥാനങ്ങളല്ല, മൊത്തം 12 സംസ്ഥാനങ്ങളിൽ സമാനമായ ഭീഷണി മെയിലുകൾ വന്നുകൊണ്ടേയിരുന്നു. ചില സമയങ്ങളിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്, വി ഫിൽഡ് വിത്ത് ബോംബ്സ് എന്ന ഒരു മെയിൽ. അടുത്ത ഗുജറാത്തിലെ തന്നെ ജനീവിയ ലിബറൽ സ്കൂൾ, അവിടെ 4 തവണ ഇതുപോലുള്ള ഈ ഭീഷണി മെയിലുകൾ വന്നിട്ടുണ്ട്. അടുത്ത് ദിവ്യ ജ്യോതി സ്കൂൾ എന്ന സ്കൂളിൽ 3 തവണ ഇതുപോലെ ഭീഷണി മെയിലുകൾ വന്നിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 13 ഭീഷണി മെയിലുകളായിരുന്നു. അടുത്ത് BJ മെഡിക്കൽ കോളേജിൽ ഒരു ത്രെട്ട്. ഇങ്ങനെ 12 സംസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട്, ഡൽഹി, കർണാടക, കേരള, ബീഹാർ, തെലങ്കാന, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന, ഇങ്ങനെ ഏകദേശം 12 സംസ്ഥാനങ്ങളിൽ തുടരെ ഒരേ പാറ്റേണിൽ ഇങ്ങനെയുള്ള ഒരു ഭീഷണി രീതിയിലുള്ള മെയിലുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇവയിലെല്ലാം ഒരു പൊരുത്തം ഫീൽ ചെയ്യുകയാണ്. എല്ലാം ഒരേ പാറ്റേൺ ആണ്. ഈ ഭീഷണി മെയിലുകൾ വരുന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു സംഭവം നടന്നു, അതിനുവേണ്ടി ഞങ്ങൾ ഈ സ്ഥലത്ത് പ്രതിഷേധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇത് ചെയ്യും. ഇങ്ങനെ എല്ലാ മെയിലുകളിലും ഈ ഒരു പാറ്റേൺ ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അതും അവസാനത്തെ 2 മാസത്തെ കണക്കെടുത്ത് നോക്കിയാൽ പ്രധാനപ്പെട്ട ഈവന്റ്സ് എവിടെയെങ്കിലും സംഭവിക്കുന്നതിന് 2 ദിവസം മുൻപ് ഇങ്ങനെയുള്ള ഭീഷണി മെയിലുകൾ വന്നിട്ടുണ്ട്. പോലീസും ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് എന്ന് വലവേശി തിരയാൻ തുടങ്ങി. ഈ ഫ്ലൈറ്റ് ക്രാഷ് എന്നത് സാധാരണ കാര്യമല്ല. അത്രയും പേർ മരിച്ചു. ഈ മരിച്ചവരെ, അവരെ കൊന്നത് ഞങ്ങളാണ് എന്നൊരു മെയിൽ വരുന്നു. ഇത്രയും സീരിയസ് ആയ ഒരു എലിഗേഷൻ, അങ്ങനെ ഒരു മെയിൽ വരുമ്പോൾ ഇതെങ്ങനെയാണ് സാധാരണ രീതിയിൽ വിടാൻ സാധിക്കുക? ഒരുപക്ഷെ ഇവർ വലിയൊരു നെറ്റ്വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് പുറകിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധാരണ ആളുകളല്ല ഇത് എന്നുള്ള ചിന്തയിൽ പോലീസ് ഇവർ ഇങ്ങനെ തിരയുകയാണ്. കൂടാതെ അയക്കുന്ന മെയിലിനെല്ലാം ഒരു സമാനതയുണ്ടായിരുന്നു. താഴെയുള്ള മെയിൽ ID അത് ഒരേ ഒരു പേരിലായിരുന്നു, ഡിവിച്ച് പ്രഭാകർ. അതുകൊണ്ട് പോലീസ് ഡിവിച്ച് പ്രഭാകർ ആരാണെന്നുള്ളത് അന്വേഷണം ആരംഭിച്ചു. ഇയാൾ ഡിലൈറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾക്ക് അടുത്തിടെയാണ് വിവാഹം കഴിഞ്ഞത്. ഈ മെയിലിലെല്ലാം തുടർച്ചയായി ഇയാളുടെ പേരാണ് വരുന്നത്. പക്ഷേ അയാൾ ഇത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവസാനം പോലീസിന്റെ അന്വേഷണം ചെന്നെത്തിയത് റെനി ജോഷിൽഡ എന്നൊരു പെൺകുട്ടിയിലായിരുന്നു. ഒരു പെൺകുട്ടി ഇത്ര വലിയ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകുമോ? തീർച്ചയായും സാധ്യതയില്ല. അത് വിശ്വസിക്കാനും പലർക്കും സാധിക്കില്ല. അപ്പോൾ നമ്മളിവിടെ ആരാണ് റെനി എന്നുള്ളത് ആദ്യം അറിയണം.
ഏകദേശം 29 വയസ്സ്. റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പഠനത്തിൽ മിടുക്കിയായിരുന്നു. പോരാത്തതിന് നല്ലൊരു ജോലിയുണ്ട് ഡിലൈറ്റ് കമ്പനിയിൽ. ഇതിനകം ഞാൻ പറഞ്ഞ അതേ കമ്പനിയിൽ, ചെന്നൈയിൽ ഡിലൈറ്റ് കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുകയായിരുന്നു. നല്ല ശമ്പളമുണ്ട്. ആ ഒരു പെൺകുട്ടിയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. അവളെ അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും അത് വലിയ ഞെട്ടലായി മാറി. എല്ലാവരും പറഞ്ഞത് റെനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് മാത്രമാണ്. എന്നാൽ പിന്നീടാണ് പതിയെ പതിയെ സത്യം വെളിപ്പെടാൻ തുടങ്ങിയത്. റെനി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2022 മുതൽ തന്നെ അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഈ റെനി അയച്ച മെയിലുകളൊക്കെ നമ്മൾ നോക്കിയാൽ ഏതോ ഒരു വ്യക്തി എന്തോ ഒരു വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ പോരാടുന്ന രീതിയിലായിരുന്നു അവളുടെ ഈ മെയിലുകളെല്ലാം. പോലീസിന് ഈ പെൺകുട്ടിയെ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയാത്തതിന് കാരണം അവളുടെ ബുദ്ധിയായിരുന്നു. അവൾ 600-ലധികം വെർച്വൽ നമ്പേഴ്സിൽ നിന്നാണ് ഈ മെയിൽസ് എല്ലാം അയച്ചത്. 600-ലധികം വെർച്വൽ നമ്പേഴ്സ്. VPN ഉപയോഗിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന മെയിലുകൾ പോലെയാണ് അവൾ ഓരോന്നും അയക്കുന്നത്. ഇതിലും വളരെ പ്രധാനപ്പെട്ടത് അവൾ ഡാർക്ക് വെബ് എന്ന ബ്രൗസർ ഉപയോഗിച്ചിട്ടുണ്ട്. ടാർ ബ്രൗസർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അത് അവൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, എത്രത്തോളം ബുദ്ധിശാലിയായിരിക്കണം അവളെന്ന്. ഈ ടാർ വെബ് ബ്രൗസർ അറിയാത്തവർക്ക് അതിനെക്കുറിച്ച് അറിയണം എന്നൊരു താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡാർക്ക് വെബ് എന്ന് ഒരു മെസ്സേജ് ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായൊരു വീഡിയോ ചെയ്യാം. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 1K ലൈക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഡാർക്ക് വെബിനെ കുറിച്ച് നല്ലൊരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ഇത്തരം ഡാർക്ക് വെബ് ഉപയോഗിച്ച് ഇത്രയും വിദ്യാഭ്യാസമുള്ള സുന്ദരിയായ നല്ലൊരു ജോലിയുള്ള റെനി എന്തിന് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് കാരണം 2022. അതിന് കാരണം അറിയണമെങ്കിൽ 2022ലേക്ക് പോകണം. അന്ന് എന്താണ് സംഭവിച്ചത്? റെനി ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ്, ബാംഗ്ലൂരിൽ. അവൾക്ക് ബാംഗ്ലൂരിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അവൾ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൾ ഒരു പുരുഷ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. രണ്ടുപേരും പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, സാധാരണ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുന്നു. എന്നാൽ റെനിക്ക് അയാളോടൊരു പ്രണയം തോന്നുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റെനിക്ക് മാത്രമായിരുന്നു അയാളോട് പ്രണയം തോന്നിയത്. ഒരു ഘട്ടത്തിൽ അവൾ അവനോട് തൻ്റെ പ്രണയ അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തി. പക്ഷേ അവന് തിരികെ ആ ഒരു ഇഷ്ടം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റെനിയുടെ ഒരു വിവാഹ അഭ്യർത്ഥന അയാൾ നിരസിച്ചു. ഇതവൾക്ക് വല്ലാത്ത ദേഷ്യത്തിന് കാരണമായി. എന്നാൽ പിന്നീട് മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. 2025 ഫെബ്രുവരി മാസത്തിൽ ഡിവിജ് പ്രഭാകരനെ വിവാഹം കഴിഞ്ഞു. ഇവിടെ ഈ ഡിവിജ് പ്രഭാകർ ഒരിക്കലും റെനിയെ ചതിച്ചിട്ടേ ഇല്ല. ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ പ്രണയിച്ച് ചതിച്ചു, അങ്ങനെയുള്ള യാതൊന്നും ഇവിടെ സംഭവിച്ചിട്ടേ ഇല്ല. റെനിയുടേത് ഒരു ഏകപക്ഷീയമായ പ്രണയം മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ ഡിവിജ് വിവാഹം കഴിച്ചത് റെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ വിവാഹം കഴിക്കാതെ മറ്റൊരു പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചു, അതായിരുന്നു അവളുടെ ഒരു ചിന്ത. അന്ന് മുതൽ അവനോടൊരു പ്രതികാരം ചെയ്യണമെന്ന തോന്നലുണ്ടായി. ഏതെങ്കിലും ഒരു കേസിൽ അവനെ അകപ്പെടുത്തണം. എനിക്ക് ലഭിക്കാത്തൊരു കാര്യം മറ്റൊരാൾക്ക് ലഭിക്കാൻ പാടില്ല എന്ന് വളരെ വളരെ താഴെ തട്ടിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു. സാധാരണ ഈ വൺ സൈഡ് ലവിൽ 80% ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും കിട്ടാൻ പാടില്ല, എനിക്ക് സന്തോഷമില്ലെങ്കിൽ നീയും സന്തോഷിക്കേണ്ട. റെനിക്കും അത്തരമൊരു ചിന്തയാണ് വന്നത്. എന്നാൽ അവളുടെ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട്, അറിവ് വെച്ചുകൊണ്ട്, ഈ സൈബർ ക്രൈമിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇവയെല്ലാം അവളെ വ്യത്യസ്തമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. പലരും പ്രതികാരം ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഇവിടെ റെനി തിരഞ്ഞെടുത്ത രീതി വളരെ 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 വ്യത്യസ്തമായൊരു രീതിയായിരുന്നു. റെനി ചെയ്തത് വെർച്വൽ നമ്പേഴ്സ് വാങ്ങുന്നു. ഏകദേശം 100 ഇമെയിൽ ID അവൾ സൃഷ്ടിച്ചു. എല്ലാത്തിലും ഈ ഡിവിജ് പ്രഭാകരൻ എന്ന പേര് വരുന്ന രീതിയിലായിരുന്നു അവൾ ഈ മെയിൽ IDകളെല്ലാം സൃഷ്ടിച്ചത്. 80-ലധികം ഫോൺ നമ്പേഴ്സ് അവൾ വാങ്ങുന്നു. ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡായി പഠിച്ച് അവൾ ഓരോ സ്ഥലങ്ങളിലേക്കും ഭീഷണി മെയിലുകൾ അയക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ഈ മെയിലുകൾ ആരും അത്ര കാര്യമാക്കിയില്ല. കാരണം ഇങ്ങനെയുള്ള മെയിലുകൾ ഒരു ദിവസം ഒരുപാട് പേരിൽ നിന്നൊക്കെ വരാറുണ്ട്. ഇതൊക്കെ സാധാരണ തള്ളിക്കളയാറാണ് പതിവ്. പക്ഷേ ഈ ഒരു പാറ്റേൺ, ഈ ഒരു രീതി, കുറേയേറെ സംസ്ഥാനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭീഷണി മെയിലുകൾ, അതും ഒരു പ്രത്യേക ഒരു പരിപാടി നടക്കുന്നതിന് മുൻപ്, ഒരു വലിയ പ്രോഗ്രാം എന്തെങ്കിലും നടക്കുന്നതിന് മുൻപ്, ഇപ്പോൾ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുന്നൊരു സമയമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ കേസ് നടക്കുന്നതിനെക്കുറിച്ചുള്ള, കേസിൻ്റെ വിധി വരുന്നതിനെക്കുറിച്ചുള്ള, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ഭീഷണി മെയിലുകൾ സാധാരണ വരാറ്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പോലീസ് ഇതങ്ങനെ നിസ്സാരമായി കളയണ്ട എന്ന് ചിന്തിച്ചു. ഇതിന് പുറകിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടമായിരിക്കാം, ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ടാകാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പോലീസ് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഏതൊരു കള്ളനും ഒരു നാൾ പിടിക്കപ്പെടുമല്ലോ. ഇവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കും.
അപ്പോൾ നമുക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാം, പിടിക്കാമെന്നൊക്കെ പോലീസ് കാത്തിരുന്നു. കാരണം അപ്പോൾ വരെയും ഈ ഡാർക്ക് വെബ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് ആരാണ് അയക്കുന്നത്, ലൊക്കേഷൻ എവിടെയാണ്, ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. VPN ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കൃത്യമായി പോലീസിനെ കൊണ്ട് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ അവർ കാത്തിരുന്ന ആ ദിവസം എത്തി. അഹമ്മദാബാദ് ഫ്ലൈറ്റ് ക്രാഷായി, ഒരുപാട് പേർ മരിച്ചു. അതിൽ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുറേയേറെ പേര് മരിച്ചു. ഈ സംഭവം നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കോളേജിലേക്ക് ഒരു മെയിൽ വരുന്നു, ഞാനാണ് ഈ ഫ്ലൈറ്റ് അപകടത്തിന് കാരണം എന്ന്. ഇതിനകം ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന്, നിങ്ങളത് കാര്യമാക്കിയില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സംഭവിച്ചുവെന്ന്. ഈ മെയിൽ ആദ്യം കണ്ടപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷെ പോലീസുകാർക്ക് വലിയൊരു വഴിത്തിരിവായി മാറിയത് ആ മെയിലായിരുന്നു. ഇവളയച്ച മെയിലിൽ ഒരു ഫേക്ക് മെയിൽ ഐഡിയും ഒരു ഒറിജിനൽ മെയിൽ ഐഡിയും ഉണ്ടായിരുന്നു. അതായത് ഇത്രയും ദിവസം വന്നുകൊണ്ടിരുന്ന മെയിലെല്ലാം കോമണായി ദിവിജ് പ്രഭാകർ എന്ന് മാത്രമായിരുന്നു പോലീസിന് കണ്ടത്. എന്നാൽ ഇത്തവണ വളരെ വ്യത്യസ്തമായി മറ്റൊരു മെയിൽ ഐ ഡി പോലീസിന് കിട്ടുന്നു. അതായിരുന്നു റെനിയുടേത്. അതായിരുന്നു അവൾ അവിടെ ചെയ്ത ഒരു പിഴവ്. ഈ ഒരു തെറ്റ് ഇവൾക്ക് ഇപ്പോൾ മാത്രം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പോലീസ് കണ്ടെത്തി. പക്ഷെ അത് പോലീസ് പബ്ലിക്കിന് പറഞ്ഞിട്ടില്ല. കാരണം ഇതുപോലുള്ള തെറ്റുകൾ ഒരുപക്ഷെ ഒരുപാട് പേർ ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്ത് അവർ അകപ്പെടണം. അതിനുവേണ്ടി ഇവൾ ഇവിടെ ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത് പോലീസുകാർ പുറത്ത് പറഞ്ഞിട്ടില്ല. ഈ തെറ്റിലൂടെ സംഭവിച്ചത് റെനിയുടെ ലൊക്കേഷൻ പോലീസിന് ലഭിക്കുന്നു. IP അഡ്രസ്സ് ലഭിച്ചു എന്ന് കരുതുക. IP അഡ്രസ്സിലൂടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നു. ലൊക്കേഷൻ ട്രേസ് ചെയ്യുമ്പോൾ ചെന്നൈയിലുണ്ടെന്ന് മനസ്സിലായി. ഗുജറാത്ത് പോലീസ് നേരെ ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിൽ ചെന്ന് ആ വിലാസത്തിൽ ചെന്ന് റെനി അറസ്റ്റ് ചെയ്തു. അവളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് ഒട്ടും തന്നെ വിശ്വസിക്കാനാകാത്തൊരു കഥ അവൾ പറഞ്ഞത്. ആ കഥയായിരുന്നു അവളുടെ പ്രണയം. തുടക്കത്തിൽ പോലീസുകാർക്ക് ഇതൊട്ടും വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷെ സത്യം അത് തന്നെയായിരുന്നു. റെനിയുടെ പ്രണയവും അതിൻ്റെ പ്രതികാരവുമായിരുന്നു ഇതെല്ലാം. പ്രതികാരം വീട്ടാനെ റെനി സ്വീകരിച്ച ഒരു രീതിയില്ലേ, അത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിനുവേണ്ടി 12 സംസ്ഥാനങ്ങളിൽ അവൾ ഭീഷണിപ്പെടുത്തി. ഈ സംഭവങ്ങളെല്ലാം വളരെ ഞെട്ടലോടുകൂടി അവളുടെ സഹപ്രവർത്തകർ അറിയുന്നു. ഇത്രയും ദിവസം റെനി അത്തരമൊരു പെൺകുട്ടിയെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ റെനി ഇത്തരമൊരു സ്ത്രീയാണോ എന്നൊക്കെ പറയാൻ തുടങ്ങി. റെനിയുടെ ഒരു കേസ് അന്വേഷണത്തിലാണ്. അവൾ ക്രിമിനൽ കുറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതും ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഇനി അവൾക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിനെ ഏത് ഗണത്തിൽ പെടുത്തണമെന്ന് എനിക്കിപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. പോരാത്തതിന് ഇത് വൺ സൈഡ് ലവാണ്. അവൻ ഇവളെ പ്രണയിച്ച് വഞ്ചിച്ചതാണ്, അതിന് പ്രതികാരം വീട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോജിക് ഉണ്ട്. പക്ഷെ ഇവിടെ താൻ എന്തിന് പ്രതികാരം ചെയ്യുന്നു എന്ന് പോലും അറിയാതെ ബുദ്ധിയും കഴിവും എല്ലാം ഉപയോഗിച്ച് ഇത്രയേറെ പേരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ആ ദിവിജ് പ്രഭാകർ എന്ന ആ ഒരു വ്യക്തിയെ. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ബുദ്ധിയും കഴിവുകളുമെല്ലാം മറ്റേതെങ്കിലും മേഖലയിൽ അവർ ഉപയോഗിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയേനെ. അല്ലെങ്കിൽ അവരായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അവരെ കൊണ്ട് ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചേനെ. ഇനി നിങ്ങൾ റെനിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ദിവിജ് പ്രഭാകരനാണ്, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വന്നാൽ ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മളിൽ പലർക്കും വൺ സൈഡ് ലവൊക്കെ തീർച്ചയായും ഉണ്ടായിരുന്നിരിക്കും. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇപ്പോൾ നിങ്ങൾ റെനിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ദിവിജ് പ്രഭാകരനാണെന്നൊന്ന് ചിന്തിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? ആ പ്രണയത്തെ വെറുക്കാൻ തക്കവണ്ണം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു പ്രണയം മറക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ? ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ തീർച്ചയായും പറയുക. ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വരുന്ന ഞായറാഴ്ച നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇവർക്ക് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, ഇവരിങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്കൊരു വീഡിയോ ആയി തന്നെ മേക്ക് ചെയ്യാം. ഇതൊരു വീഡിയോ ആയി ചെയ്യുന്നതിനും ഒരു കാരണമുണ്ട്. ഒരുപാട് പേരുടെ വൺ സൈഡ് ലവ് ഒരുപാട് പേർക്കൊരു പാഠമായി തന്നെ മാറും. പലർക്കും അത് അവരുടെ ജീവിതം തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി മാറിയേക്കാം. ഇവിടെ റെനിയുടേത് ഒരു നെഗറ്റീവാണ്, എന്നാൽ ഒരുപാട് പോസിറ്റീവും ഉണ്ട്. വൺ സൈഡ് ലെവൽ തന്നെ ഒരുപാട് പോസിറ്റീവ് മാറ്റം സൃഷ്ടിച്ചവരുമുണ്ട്. നിങ്ങൾക്കിങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം, കമൻറ്റിൽ പറയാം, ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യാം. അതുമല്ലെങ്കിൽ മെയിൽ ID ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.